ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ വെച്ചാൽ ഒരു വെറൈറ്റി ഒരു സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഞാൻ വെറൈറ്റി ആയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതുകൂടെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിതിപ്പം 4 മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുത്ത കടലയാണ്, നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. അപ്പോൾ ഇനി ഇതെന്ന് വെച്ചാൽ ഇതുപോലെ ഈ കാണിക്കുന്നത് പോലെ തൊലി കളഞ്ഞെടുക്കണം. കുറച്ച് ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ്, എന്നാലും നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ രുചി വേറെ തന്നെയല്ലേ നമുക്ക്. അപ്പോൾ നന്നായിട്ടൊന്ന് എന്താ പറയുക, ഫുൾ തൊലിയൊന്ന് കളഞ്ഞെടുത്തിട്ട് നമുക്ക് വരാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് മുഴുവൻ കടലയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തൊലി കളയാന്ന് വെച്ചാൽ ഞാൻ കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പുതിയൊരു ടിപ്പ് കിട്ടിയത്, എങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് തൊലി കളയാമെന്ന്. ഞാനീ കാണിക്കുന്നത് പോലെ കടലയുടെ ബാക്കിൽ ഒരു ഞെട്ട് പോലത്തെ ഒരു സ്ഥലമല്ല, അവിടെ പ്രസ് ചെയ്ത് അതങ്ങ് കളയാം. എന്നിട്ട് നേരെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മളെ കടല ആ തൊലീൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നന്നായിട്ട് വിട്ടുകിട്ടും. ഒട്ടും തൊലി അതിൽ പിടിക്കാതെ നന്നായിട്ട് വിട്ടുകിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2-3 കടല ബാലൻസ് വെച്ചതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം മുഴുവനായിട്ട് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒന്നും വേണ്ട, ഇത് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കുക. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമില്ലാതെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തുണി വെച്ചിട്ടായാലും കോട്ടൺ ടവൽ വെച്ചിട്ടാലും എങ്ങനെ വെച്ചാലും ഡ്രൈ ആക്കി എടുക്കുക. അതൊന്നും ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇനി എന്താ വെച്ചാൽ നേരെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, അതാണ് ഫസ്റ്റ് വേണ്ടത്. പിന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പും നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി അങ്ങനെയൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ വലിയൊരു പാത്രം എടുത്തുകൊണ്ട് എനിക്ക് ഈ മുഴുവനായിട്ട് ഏകദേശം ഇതൊരു 1.25 കപ്പ് കടലോളം ഉണ്ടാവും. അപ്പോൾ മുഴുവനായിട്ട് എനിക്കിപ്പോൾ ഇത് പാത്രത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒറ്റയടിക്ക് ഇടാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ എണ്ണയും കൂടുതലായിട്ട് എന്താ പറയുക കച്ചറയാവില്ല. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. പിന്നെ ഈ കടലയുടെ എന്താ പറയുക നമ്മൾ കൂടുതലിട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ദിവസം കഴിയുന്നതിന് ഇത് ഹാർഡ്നെസ് കൂടി വരിക, അത് കട്ടി കൂടി വരിക. അപ്പോൾ നമ്മളൊരു മീഡിയത്തിലിട്ടിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്കത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം നമ്മൾ കടല ആയിട്ടുണ്ടെന്ന്. പിന്നെ ഓവർ കളറൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളെ കടല കുറച്ചും കൂടെ നന്നായിട്ട് എന്താ പറയുക മുരിയാനുണ്ട്, അതായത് നമ്മുടെ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അത് കുറച്ചും കൂടെ വേവട്ടെ. അപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ട എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുമെന്ന്. നമുക്കത് ഇളക്കി ഇതാകുമ്പോൾ നമ്മളാ പാത്രത്തിലിട്ട് കടല അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ ആ സൗണ്ട് നമുക്ക് ശരിക്കും മാറുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ നമുക്കൊരു പണിയുണ്ട്. അപ്പോൾ നമുക്കിതൊരു ടിപ്പും കൂടെയാണ് കേട്ടോ. നമ്മൾ ഇതുപോലെയൊക്കെ സ്നാക്സൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലൊരു പാത്രം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു പ്ലേറ്റ് അടിയിൽ വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ ഇതിപ്പോൾ ഒരുവിധം എല്ലാ വീട്ടിലും ഉണ്ട്. ചോറൊക്കെ കൂടുതലുണ്ടാവും, അരിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്നതായിരിക്കും കൂടുതലായിട്ട് സ്നാക്സിന് ഉപയോഗിക്കുക. ഇതുപോലെ കടല പോലെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കോരിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് എണ്ണയും കളയണം, അതുപോലെ തന്നെ നമുക്ക് കടലയിൽ നിന്ന് എണ്ണയില്ലാതെ കിട്ടണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾ കണ്ട നേരത്തെ കടലയിൽ തൊടുമ്പോൾ അതാ ടേസ്റ്റ് അല്ല, ഒരു വേറെ സൗണ്ട് കേട്ടോ. നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഞാൻ നേരത്തെ വെച്ചിരിക്കുന്ന പാത്രമില്ലേ അതിലേക്ക് നേരെ അങ്ങ് കമഴ്ത്തിയിടാം. എന്ന് വെച്ചാൽ മൊത്തം കടലയും എണ്ണയും ഒക്കെ ഒരുമിച്ച് അതിലേക്ക് തട്ടിയിടാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം മനസ്സിലാവും. ഇതിലൊട്ടും തന്നെ എണ്ണ നിൽക്കില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ കടല ഫ്രൈ ചെയ്ത എണ്ണയുണ്ടല്ലോ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുണ്ടാവും. ആദ്യത്തെ എണ്ണയുടെ അതേ കളർ തന്നെ നോക്കി നിങ്ങൾ, അതേ കളറിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ എണ്ണ ഒരു പ്രാവശ്യം കൂടെ യൂസ് ചെയ്യാം. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി,
അതുപോലെ നിങ്ങൾക്ക് ചാട്ട് മസാല ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയല്ല, മുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും മാത്രം ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ, നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടൈറ്റുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു മാസത്തോളം നമുക്ക് നന്നായിട്ട് കുറിക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.